ടി വി എസ് റോണിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരിത്തിരി മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഇതിൻ്റെ ഒരു ചെയിൻ ഗാർഡ് എന്ന് പറയുന്ന ഒരിത്തിരി മെനക്കെടാണ് ഊരെടുക്കാനായിട്ട്. നമുക്ക് അതിന് തന്നെ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു ചെയിൻ ക്ലീനർ ആവശ്യം വരുന്നുണ്ട്, ഒരു ചെയിൻ ലൂബ് ആവശ്യം വരുന്നുണ്ട്. ഞാനിവിടെ മോട്ടോറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു രണ്ടും പ്രൊഡക്റ്റാണ്. സോ ഞാൻ ലിങ്ക് താഴ്ത്തിട്ടേക്കാം. ഒരു തൊടി തുടയ്ക്കാൻ ആവശ്യം വരുന്നുണ്ട്, ഒരു അലനക്കീം ആവശ്യം വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് ഊരെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു 6-7 സ്ക്രൂസ് നമുക്ക് ഇതിൻ്റെ ഊരാനും വരുന്നുണ്ട്. ഇത് ഊരെടുക്കാൻ ഇത്തിരി മെനക്കുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അധികം എഫേർട്ട് വരുന്നില്ല. കാരണം ഒരുമാതിരിപ്പെട്ട പൊടിയും വെള്ളവും അഴുക്കെല്ലാം ഈ ഒരു ഗാർഡ് പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതൊരു മേജർ അഡ്വാൻറ്റേജ് തോന്നി. പക്ഷേ ഇത് ഊരെടുക്കാൻ മാത്രമാണ് ഒരിത്തിരി നമുക്ക് മെനക്കേട് വരുന്നത്. കമ്പനി പറയുന്നത് എല്ലാ 500 കിലോമീറ്ററിലും നമ്മൾ ചെയിൻ ഊരി ക്ലീൻ ചെയ്യണമെന്നാണ്. പക്ഷേ ഒരു 500-700 കിലോമീറ്റർ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് ഈ ഒരു സെയിം മോട്ടറിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ചെളി പോരേണ്ട ഒരു ചെയിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിലും പിക്കപ്പിലും ഒരു ഇഷ്യൂ അടിച്ചേക്കാം. ഇത് കഴിഞ്ഞ് അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയിൻ ഗാർഡ് ഊരി കഴിഞ്ഞാൽ വണ്ടി ഫസ്റ്റിലിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഈ ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്ത് തുറക്കാം. ഇത് ചെയിൻ്റെ 3 സൈഡിലും താഴെയും കീഴെയും ഒരുപാട് എല്ലാ സൈഡിലും ആവുന്ന രീതിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്തെടുക്കുക. ശേഷം ഒരു ബ്രഷ്, ഇപ്പോൾ നമുക്ക് സാധാരണ ബ്രഷ് യൂസ് ചെയ്യാം. ആ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് നൈസായിട്ട് ക്ലീൻ ചെയ്ത് തുറക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്താൽ മാത്രം ചെളി പോകണമെന്നില്ല, നമ്മളൊരിത്തിരി എഫേർട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതിനാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഉണങ്ങാൻ വിട്ടതിന് ശേഷം നമുക്ക് ആ അഴുക്കും എല്ലാ കാര്യങ്ങളും ഒരു തുണി എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. ഈ ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ക്ലീനായിട്ട് ഈ ചെയിൻ വരുന്നുണ്ടെന്ന കാര്യം. ഇതൊരു ക്ലോസപ്പാണ്. നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്ത ആ സെയിം ചെയിനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല വ്യത്യാസം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശേഷം നിങ്ങൾ വണ്ടി വീണ്ടും ഫസ്റ്റിലിട്ട് സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാം. ഞാൻ സെയിം മോട്ടോറിൻ്റെ ചെയിൻ ലൂബാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി നല്ലൊരു ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി വി എസിന് തന്നെ ഒഫീഷ്യലായിട്ടുള്ള ചെയിൻ ലൂബ് വരുന്നുണ്ട്. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാലും അതും അപ്ലൈ ചെയ്യാം. അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. സോ ഞാനിവിടെ സെയിം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉദ്ദേശം ഒരു ദിവസം വണ്ടി വെറുതെ വെക്കേണ്ടി വരും. കാരണം ചെയിൻ ലൂബ് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ വണ്ടി എടുക്കാൻ പാടുള്ളതല്ല. നമുക്ക് ആ ചെയിൻ ഗാർഡ് തിരിച്ച് സ്ക്രൂ ചെയ്ത് കയറ്റാവുന്നതാണ്. പക്ഷേ വണ്ടി നിങ്ങൾ പിറ്റേ ദിവസം മാത്രം എടുക്കാൻ പാടുള്ളൂ.